ഇത് എൻ്റെ നാടായ വൈപ്പിനോട് ചേർന്ന് കിടക്കുന്ന മംഗളവനത്തിലെ ചരിത്രമുറങ്ങുന്ന പാളങ്ങൾ. മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ ടാഗോറും അടക്കമുള്ള ചരിത്ര പുരുഷന്മാർ കൊച്ചിയുടെ മണ്ണിലേക്ക് വന്നിറങ്ങിയ ചരിത്രമുറങ്ങുന്ന മണ്ണ്. മഹാരാജാവ് രാമവർമ്മ 1902 വിക്ടോറിയൻ സ്റ്റൈലിൽ ചെങ്കലിൽ പണിതീർത്ത റെയിൽവേ സ്റ്റേഷൻ. എറണാകുളം ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ. മംഗളവനം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം എന്ന നിലയിലൊക്കെ ഒരുമിക്കോർക്കും അറിയാം. പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷനെ പറ്റി അധികം ആർക്കും അറിയില്ല. ഗാന്ധിജിയുടെയും ടാഗോറിൻ്റെയും പാദസ്പർശമേറ്റ ചരിത്ര സ്മാരകം. ചരിത്രത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ മണ്ണിൽ നിൽക്കുന്നതെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുവാൻ തീവണ്ടിയുടെ 2ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ നിന്നിറങ്ങുന്ന ഗാന്ധിജിയെയും അദ്ദേഹത്തെ കൈയടിച്ചും മുദ്രാവാക്യങ്ങൾ വിളിച്ചും വരവേൽക്കുന്ന ജനസാഗരത്തെയും നമ്മൾക്ക് മനസ്സിലൂടെ കാണുവാൻ സാധിക്കും. പുറകിലോട്ടുള്ളൊരു തിരിഞ്ഞുനോട്ടമാണ് ചരിത്രം. ആ ചരിത്രത്തിൻ്റെ ഇന്നലെകളുടെ പെരുമകളാണിത്. ആ പെരുമകൾ ഇന്ന് പൊളിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ്. ഈ വീഡിയോ ഇത് കാണുന്ന ആർക്കും ഇങ്ങോട്ട് വരാനുള്ള ഒരു പ്രേരണയാകരുത്. കാരണം ഈ ബിൽഡിങ്ങുകൾ എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു വീഴാം. ആളനക്കമില്ലാത്തതിനാൽ ഇഴജന്തുക്കളുടെ സാന്നിധ്യവുമുണ്ട്. അതുകൊണ്ട് തനിച്ച് ഒരു കാരണവശാലും ഈ പ്രദേശത്തേക്ക് പോലും വരരുതാരും. ആ കാലഘട്ടങ്ങളിൽ, അതായത് 1902 മുതൽ 1925 വരെയുള്ള ഒരു കാലഘട്ടങ്ങളിൽ ആവി എഞ്ചിനായിരുന്നു, കൽക്കരി എഞ്ചിനായിരുന്നു ട്രെയിനിലെ എഞ്ചിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആ ടൈപ്പ് എഞ്ചിൻ പുൾ ആൻഡ് പുഷ് ടൈപ്പ് എഞ്ചിനാണ്. അതായത് ബോഗികളെ വലിച്ചുകൊണ്ടുവരികയും തള്ളിക്കൊണ്ടുപോവുകയും ചെയ്യാൻ ശേഷിയുള്ള എഞ്ചിനുകൾ. അപ്പോൾ ആ എഞ്ചിൻ്റെ ഡയറക്ഷൻ മാറ്റാനായിട്ട് ഇവിടെ തീവണ്ടിക്കുളം എന്ന് പറഞ്ഞ ഒരു വലിയ കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൽ കുറേ ചങ്ങാടങ്ങൾ കെട്ടി അതിന് മുകളിൽ പലകകൾ നിരത്തി ഈ ട്രെയിനിൻ്റെ റെയിലുകൾ അതിന് മുകളിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം ഈ ട്രാക്കിൽ നിന്ന് വലിച്ചുകൊണ്ടുവരുന്ന ട്രെയിനിൻ്റെ എഞ്ചിൻ മറ്റു ബോഗികളിൽ നിന്ന് ഡിസ്കണക്റ്റ് ചെയ്ത് ഈ ചങ്ങാടത്തിന് മുകളിലുള്ള ട്രാക്കിലേക്ക് കയറ്റി ആ ചങ്ങാടത്തെ കുറച്ച് പേർ തിരിച്ച് അതിൻ്റെ ഡയറക്ഷൻ, എഞ്ചിൻ്റെ ഡയറക്ഷൻ മാറ്റിയാണ് വീണ്ടും ലൈനിലേക്ക് വിട്ടിരുന്നത്. തിരിച്ച് ഈ ട്രാക്കിൽ നിന്ന് എഞ്ചിൻ പുഷ് ചെയ്ത് തള്ളിക്കൊണ്ടാണ് ബോഗികളെ പോയിരുന്നത്. ആ ഒരു സിസ്റ്റമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അന്തരീക്ഷ മലിനീകരണം കൊണ്ട് വീർപ്പ് മുട്ടുന്ന ഞങ്ങൾ കൊച്ചിക്കാർക്കുള്ള ഒരു ശുദ്ധീകരണശാലയാണ് ഈ മംഗളവനം. അതിലുള്ള ഈ ചരിത്ര സ്മാരകങ്ങളെ നിലനിർത്തിക്കൊണ്ട് ഈ പ്രകൃതിയെയും മരങ്ങളെയും നിലനിർത്തിക്കൊണ്ടുള്ളൊരു വികസനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരു കൊച്ചിക്കാരനെന്ന നിലയിൽ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. വികസനം അത് നന്മ പൂക്കും ലോക സൃഷ്ടിക്കായിടാം.